കഞ്ഞിയും പയറും പ്രത്യേകം തയ്യാറാക്കാതെ ഒരുമിച്ച് എങ്ങനെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കാം എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായി ഒരു വറുത്തരച്ച ചമ്മന്തിയും തയ്യാറാക്കുന്നുണ്ട്. കൂടെ വെളിച്ചെണ്ണ ചൂടാക്കി എരിവിനാവശ്യമുള്ള ചുവന്ന മുളകും കളറിന് വേണ്ടി ഒരു കാശ്മീരി മുളകും ചേർത്തിട്ടുണ്ട്. ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 6 മുതൽ 8 ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പുളിക്ക് ആവശ്യമുള്ള പുളിയും കറിവേപ്പില 2-3 തണ്ട് ഇട്ടാൽ മതി. ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം 1 കപ്പ് തേങ്ങ ഇട്ട് കളറ് മാറണ്ട ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ കൂട്ട് നല്ലോണം തണുത്തതിന് ശേഷം മിക്സിയിൽ മാറ്റി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക. ഇത് കഞ്ഞിയുടെ കൂടെ നമുക്ക് വിളമ്പാവുന്ന വളരെ സ്വാദിഷ്ടമായ ചമ്മന്തിയാണ്. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൈകൊണ്ട് ഇതുപോലെ ഉരുട്ടിയെങ്കിൽ കറക്റ്റായിട്ട് ഉരുണ്ട് കിട്ടണം. അല്ലാതെ ഉതിരുതിരായിട്ട് പോകരുത്. ആ രീതിക്ക് അരച്ചെടുക്കുക. ഇതേ ചമ്മന്തി ഇതേ ചേരുവകൾ വെച്ച് വഴട്ടാതെ നമുക്ക് തയ്യാറാക്കാം. തേങ്ങയിൽ പുളിയും ചെറിയ ഉള്ളിയും എരിവിനാവശ്യമുള്ള മുളക്. ഈ മുളകിന് ഇച്ചിരി എരിവ് കൂടുതലായതുകൊണ്ട് 2 മുളകും അതുപോലെ 2 കാശ്മീരി ചില്ലിയുമാണ് ഇട്ടിരിക്കുന്നത്. മിക്സിയിൽ പകർത്തി ആവശ്യത്തിനുള്ള ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. 2 രീതിയിലും നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കാം. ചിലർക്ക് പച്ച ഉള്ളിയുടെ മണം ഇഷ്ടമാവത്തില്ല. അവർക്കാണ് ആദ്യത്തെ രീതിയിൽ തയ്യാറാക്കി കാണിച്ചത്. എളുപ്പത്തിന് ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനൊരു 3/4 ഗ്ലാസ് പയർ, 3/4 ഗ്ലാസ് പൊടിയരി, ഇത് രണ്ടും കൂടെ നന്നായിട്ട് കഴുകി 11 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കുക്കറിൽ നമുക്ക് ഒരുമിച്ച് ഇതങ്ങ് വേവിച്ചെടുക്കാം. കുറച്ചും കൂടെ അയവ് വേണം എന്നുള്ളവർക്ക് വേവിച്ചതിന് ശേഷം ശകലം ചൂടുവെള്ളം ഒഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 2-3 ടീസ്പൂൺ ഇഞ്ചി, കറിവേപ്പില, അതുപോലെ ചെറിയ ഉള്ളി അവരവരുടെ സ്വാദിനാവശ്യമുള്ളതും കൂടെ ചേർത്ത് ഒരു 6 മുതൽ 8 വിസിൽ വരെ വേവിച്ചെടുക്കുക. പ്രഷർ താഴ്ന്നതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കഞ്ഞിയുടെ പരുവം കറക്റ്റായിട്ടുണ്ട്. അരിയും പയറും ഒക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇനി കുറച്ചും കൂടെ നേർപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ശകലം ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. വളരെ ഇടയ്ക്ക് ആ തേങ്ങയുടെ കടിക്കാൻ കൂടെ കിട്ടുമ്പം വളരെ സ്വാദാണ്. ഇഷ്ടമുള്ളവർക്ക് ഇതിൽ വെളുത്തുള്ളിയും ചേർക്കാം. ഞാനിതിൽ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. കഞ്ഞിയുടെ പരുവം എങ്ങനെയാണെന്ന് കാണിക്കാനാണ് പ്ലേറ്റിൽ ഇതുപോലെ പകർന്ന് കാണിക്കുന്നത്. ഒരുപാട് വെള്ളമായിട്ടും കാണുന്നില്ല, ഒട്ടും ഒരുപാട് കുറുകിയതും അല്ല. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പം കുക്കറിൽ ഒരുമിച്ച് തന്നെ കഞ്ഞി തയ്യാറാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇഷ്ടമുള്ള വിഭവങ്ങളുടെ കൂടെ നമുക്ക് ഈ കഞ്ഞി വിളമ്പാവുന്നതാണ്. കഞ്ഞി വിളമ്പാനായിട്ട് ഒരു ബൗളിൽ കഞ്ഞി പകരുന്നുണ്ട്. കൂടെ വിളമ്പുന്ന കറികൾ അതിൻ്റെ സൈഡിൽ നമുക്ക് വിളമ്പാം. കഞ്ഞിയുടെ കൂടെ ഇത് പയറും കൂടെ ചേർത്തിട്ടുള്ള കഞ്ഞി ആയതുകൊണ്ട് ബാക്കി തൊട്ടുകൂട്ടാനുള്ള വിഭവങ്ങളെ വിളമ്പുന്നുള്ളൂ. നമ്മൾ തയ്യാറാക്കിയ തേങ്ങാ ചമ്മന്തി, ഇത് ആദ്യത്തെ രീതിയിൽ തയ്യാറാക്കിയ വറുത്തരച്ച തേങ്ങാ ചമ്മന്തിയാണ്. കൂടെ വിളമ്പുന്നത് തൈര് മുളക്, അത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതാണ്. പിന്നെ വീട്ടിൽ തയ്യാറാക്കിയ കടുക് മാങ്ങ, കണ്ണിമാങ്ങ അച്ചാറെന്നും പറയും. ചെറിയ മാങ്ങ വെച്ച് തയ്യാറാക്കുന്ന അച്ചാർ. പിന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കപ്പപ്പപ്പടമാണ്. ഇന്നത് പൊരിച്ചല്ല എടുത്തിരിക്കുന്നത്, ചുട്ടാണ് എടുത്തിരിക്കുന്നത്. കഞ്ഞിയുടെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വിളമ്പാം.
ഇതുപോലെ അവരവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളുടെ കൂടെ ഈ പയറ് കഞ്ഞി നമുക്ക് വിളമ്പാവുന്നതാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.